ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ. ഇതെന്നാന്നറിയാമോ? പുതിനയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയില്ല അല്ലേ? അതിന് നമ്മൾ കടകളെ ആശ്രയിക്കാറുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങാറാണ് സാധാരണ ചെയ്യുന്നത്. എല്ലാവരുടെയും വീട്ടിൽ പുതിന ഉണ്ടാവുന്നില്ല എന്നാണ് കാരണം പറയുന്നത്. പക്ഷെ നമ്മൾ പുതിന കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിന നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പുതിന നട്ടു വളർത്താൻ പറ്റുന്നതാണ്. ഇത് നോക്കിക്കേ, നമുക്ക് ഒരു പുതിന ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ ലൈം ജ്യൂസ് എടുക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലതാണ് പുതിന. ഇത് കണ്ടോ, നല്ല തളിരിലകളാണ്. ഇത് നമുക്കിങ്ങനെ നുള്ളി നമുക്കെടുക്കാം. അവിടെ നിന്ന് വീണ്ടും തളിപ്പുകൾ പൊട്ടി വീണ്ടും വരുവാണ് ചെയ്യുന്നത്. പുതിന ചെടി നട്ടു വളർത്താൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പുതിന ചെടി ഇല്ലാത്തവരാണ് കൂടുതലായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പുതിന ചെടി ഇല്ല, അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ പുതിന ഇല വാങ്ങാറുണ്ട് അല്ലേ? അങ്ങനെ പുതിനയില നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ആ പുതിനയുടെ തണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പുതിന ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പുതിനയില കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ വാടിയൊക്കെ ഇരിക്കും, ഇത്രയെങ്കിലുമൊക്കെ ചിലപ്പോൾ വാടിയിരിക്കും. അതൊന്നും സാരമില്ല, നമ്മൾ ഈ ഇല അങ്ങ് കട്ട് ചെയ്ത് കളയും ആദ്യം. വലിയ ഇലകളൊന്നും വേണ്ട, ഇത്രയും നിന്നോട്ടെ. ഇതിനെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നടുവാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പുതിനയില നടുമ്പോഴുള്ള പോട്ടി മിക്സിന് ഒരു കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ചേർക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഇത്രയാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സിന് വേണ്ടി നമ്മൾ ആദ്യം ചേർക്കുന്ന ഇടുന്നത് മണ്ണിട്ടു. അതുപോലെ തന്നെ അടുത്തത് മണ്ണിര കമ്പോസ്റ്റ്, ഇനി അതുപോലെ തന്നെ ചകിരിച്ചോറ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ഈ പോട്ടി മിക്സ് ഒന്ന് നനച്ച് കൊടുക്കുവാണ്. നമ്മുടെ പോട്ടി മിക്സ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയും പോർഷൻ നമുക്ക് പോട്ടി മിക്സ് മതി. അത് താന്ന് തന്നെ ഇരുന്നോട്ടെ, കാരണം ഇത് അല്പം പൊങ്ങി വരുമ്പോഴേക്കും ഒന്ന് തടഞ്ഞ് നിൽക്കാൻ പാകത്തിന് ചെറിയൊരു സപ്പോർട്ട് ഇവിടെ കിട്ടണം. ആ രീതിയിലാണ് നമ്മൾ നടുന്നത്. മറ്റേ ചെടികളൊന്നും നടുമ്പോൾ നേരെ നടുവല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ ചെരിച്ചിങ്ങ് വെക്കുവാണ്. ഇന്നൊന്ന് പ്രസ് ചെയ്ത് മണ്ണിങ്ങനെ നമ്മുടെ പോട്ടി മിക്സ് ഇങ്ങനെ ഇടുന്ന രീതിയിൽ പതുക്കെ ചെരിച്ചങ്ങ് വയ്ക്കുന്നു. ഇനിയിപ്പോൾ വലിയ തണ്ടുകളൊക്കെ നമ്മൾ മേടിക്കുന്നതിനകത്തുണ്ടെങ്കിൽ ഏറ്റവും അടിവശം നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ കുത്തും. വീണ്ടും ഒരല്പം കൂടി കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കുത്തും. ഒന്നും കൂടി നമുക്കിതുപോലെ കുത്തും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വേരുകൾ പൊട്ടിക്കോളും. രണ്ട് സ്ഥലത്തെങ്കിലും ഇത് കണ്ടോ, അടിയിൽ നമ്മൾ കുത്തി വീണ്ടും നമ്മളിവിടെ പോട്ടി മിക്സ് ഇട്ടു. അപ്പോൾ നമ്മുടെ പുതിന തണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി ഒരു 3 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇതിനകത്ത് ചെറിയ ഇലകൾ പൊടിച്ച് വരും. ഈ വേരൊക്കെ പിടിച്ച് ചെറിയ ഇലകളൊക്കെ വന്ന് തുടങ്ങും. അതിനുശേഷം നോക്കിക്കേ, ഒരു മാസം 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ വളർന്ന് കിട്ടും. ഇപ്പോൾ വേനൽക്കാലമാണ്. ഇപ്പോൾ വേനൽക്കാലമാകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, ഇത് നനച്ചു കൊടുക്കണം. ഞാനിത് മറ്റുള്ള ചെടികളൊക്കെ രാവിലെ നനയ്ക്കുന്ന കൊടുത്ത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും, ചില ദിവസം ഒരു നേരമാണ് നനയ്ക്കുന്നത്, ചില ദിവസം 2 നേരം നനയ്ക്കാറുണ്ട്. അപ്പോൾ നന കൊടുക്കാറുണ്ട്. ചെറിയൊരു നനവ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ നന കൊടുക്കുന്നത് ഈ വേനൽക്കാലങ്ങളിൽ. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് പുതിന ഇടയ്ക്കിടയ്ക്ക് നുള്ളിയെടുക്കുക. എല്ലാ ദിവസവും തന്നെ പുതിന നട്ടതിന് ശേഷം ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക. അതിൻ്റെ ഇലയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, എന്തെങ്കിലും പുഴുക്കളൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പുഴുശല്യം കാണുന്നുണ്ടെങ്കിൽ, വളരെ വിരളമായിട്ടാണ് കാണുന്നുള്ളൂ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേപ്പെണ്ണ വെളുത്തുള്ളി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേക്ക്. അത്ര മാത്രം ചെയ്താൽ മതി. അല്ലാതെ വേറെ കീടനാശിനികളോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി വളപ്രയോഗം എന്ന് പറയുന്നതും അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ജൈവസ്ലറി ഉണ്ടാക്കാറുണ്ടല്ലേ, അതിൻ്റെ തെളിനീര് മാത്രം, ഇളക്കമൊന്നുമില്ല, അതിൻ്റെ തെളിനീര് വളരെ ഡൈല്യൂട്ട് ആക്കിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് ഒരു 15 ദിവസം 20 ദിവസം
ദിവസം കൂടുമ്പോൾ മാത്രമാണ് ചെയ്യാറുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പുതിനയില നമുക്ക് തന്നെ നട്ടു വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.